പകർച്ചപ്പനി മൂലം തലസ്ഥാനം വിറയ്ക്കുമ്പോൾ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കേണ്ട തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ദൃശ്യങ്ങളാണിത്. മാരക രോഗങ്ങൾക്കുൾപ്പെടെ നൽകേണ്ട ജീവൻ രക്ഷാമരുന്നുകൾ തീർത്തും വൃത്തിഹീനവും സുരക്ഷിതമല്ലാത്തതുമായ മുറികളിൽ കൂട്ടിയിട്ടിരിക്കുന്നു. ലക്ഷക്കണക്കിന് രൂപയുടെ മരുന്നുകളും അവശ്യ സാധനങ്ങളുമാണ് ഈ രീതിയിൽ ഉപയോഗശൂന്യമായി കൊണ്ടിരിക്കുന്നത്. ആശുപത്രികൾ മരുന്നുകളുടെ ദൗർലഭ്യം നേരിടുമ്പോഴാണ് കൈവശമുള്ള മരുന്നുകൾ പോലും ശരിയായ വിധം സൂക്ഷിക്കാതെ മെഡിക്കൽ കോളേജ് അധികൃതരുടെ ഗുരുതരമായ അനാസ്ഥ. മെഡിക്കൽ കോളേജിലെ ഉദ്യോഗസ്ഥന്മാർ അനാസ്ഥ കൊണ്ട് മാത്രം ഇത്തരം പ്രവൃത്തികൾ നടത്തുന്നതാണ്. ഇത്തരം പ്രവൃത്തികൾ നടത്തിയിട്ടുള്ള ആശുപത്രി അധികാരികളെ ആരാണോ അവരെ സസ്പെൻഡ് ചെയ്യേണ്ടത് അത്യാവശ്യം. പൊട്ടിപ്പൊളിഞ്ഞ കക്കൂസുകൾക്കും അഴുക്കുചാലിനും വരികയാണ് മരുന്നുകൾ സൂക്ഷിക്കുന്ന സ്റ്റോർ റൂം ഉള്ളത്. ഇതാകട്ടെ വളരെ പഴക്കമുള്ളതും. സ്റ്റോർ റൂം പുതുക്കി പണിയാൻ മെഡിക്കൽ സർവീസ് കോർപ്പറേഷന് ടെൻഡർ കൊടുത്തിട്ടുണ്ടെങ്കിലും ഒരു മാസമായിട്ടും മറുപടിയൊന്നും ലഭിച്ചിട്ടില്ലെന്നാണ് മരുന്നുകളുടെ ചുമതലയുള്ള ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ മനോജ് പറയുന്നത്. മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ തന്നെ അത് റീകൺസ്ട്രക്ട് ചെയ്യാമെന്നും പറഞ്ഞ് അവരുടെ എഞ്ചിനീയർ വന്ന് പ്ലാനും ഒക്കെ എടുത്തോണ്ട് പോയിരിക്കുക. ഒരു മാസം കഴിഞ്ഞ് ഇതുവരെ നടന്നില്ല. പ്രശ്നത്തെക്കുറിച്ച് അടിയന്തര അന്വേഷണത്തിന് ആരോഗ്യമന്ത്രി വി എസ് ശിവകുമാർ DMEയോട് ഉത്തരവിട്ടിട്ടുണ്ട്. ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ ഉടൻ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി ഇന്ത്യ വിഷനോട് പറഞ്ഞു. ഇന്ത്യ വിഷൻ, തിരുവനന്തപുരം.